നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. പെൻഷൻ ലഭിക്കുന്ന ആളുകൾക്ക് വളരെ സന്തോഷകരമായ വാർത്തയുമായിട്ടാണ് ഇൻഫർമേഷൻ വീഡിയോസ് വന്നിട്ടുള്ളത്. ജൂൺ മാസത്തിലെ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട കാര്യം, അതുപോലെ തന്നെ കഴിഞ്ഞ സർക്കാരിൻ്റെ അവസാന സമയത്ത് ലഭിച്ചിരുന്ന സ്ത്രീ സുരക്ഷാ പെൻഷൻ ഇനി ലഭിക്കുമോ എന്നതിനെക്കുറിച്ചുമുള്ള കാര്യങ്ങളെക്കുറിച്ചുമെല്ലാം വളരെ വിശദമായി നോക്കാം. അതിനു മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഇപ്പോൾ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ഈ ചാനലിൽ ഒരു തരത്തിലുള്ള മതപരമായ കാര്യങ്ങൾ, രാഷ്ട്രീയപരമായ കാര്യങ്ങളൊന്നും വരുന്നതല്ല. ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്ന ആളുകൾ ചാനലൊന്ന് ഫോളോ ചെയ്ത് മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. ആയി നമ്മൾ നോക്കാൻ പോകുന്നത് ജൂൺ മാസത്തിലെ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. 60 വയസ്സ് കഴിഞ്ഞ ആളുകൾക്കുള്ള വാർദ്ധക്യ പെൻഷൻ, അതുപോലെ തന്നെ വിധവാ പെൻഷൻ പോലത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണമാണ് നാളെ തുടങ്ങുന്നത്. 2000 രൂപയായിരിക്കും അവർക്ക് പെൻഷൻ ലഭിക്കുക. ഇപ്പോൾ ഏകദേശം ഒരു 3 വർഷത്തോളമായി കറക്റ്റായി തന്നെ എല്ലാ മാസവും പെൻഷൻ ലഭിക്കുന്നുണ്ട്. കുടിശ്ശികയില്ലാതെ തന്നെ പെൻഷൻ എല്ലാ ആളുകൾക്കും ലഭിക്കുന്നുണ്ട്. കഴിഞ്ഞ മാസം പെൻഷൻ ലഭിച്ച ആളുകൾക്കായിരിക്കും ഈ മാസവും പെൻഷൻ ലഭിക്കുക. കഴിഞ്ഞ മാസം പെൻഷൻ ലഭിച്ച ആളുകൾ അക്കാര്യം ഒന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തുക. നാളെ അക്കൗണ്ടിൽ പണം വരുന്ന ആളുകൾക്കായിരിക്കും നാളെ മുതൽ അക്കൗണ്ടിൽ പണം വരിക. കൈകളിൽ പണം എത്തുന്ന ആളുകൾക്ക് 2-3 ദിവസങ്ങൾക്ക് ശേഷമായിരിക്കും അവരുടെ കൈകളിൽ പണം എത്തുന്ന രീതിയിലാണ് സർക്കാർ ഇപ്പോൾ നിശ്ചയിച്ചിട്ടുള്ളത്. അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ തന്നെ പൂർത്തിയായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ പുതിയ പെൻഷനും അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും. നമുക്കറിയാം, കഴിഞ്ഞ സമയങ്ങളിലെല്ലാം പെൻഷൻ അപേക്ഷ സമർപ്പിച്ച് കഴിഞ്ഞാൽ ചെറിയ ചെറിയ കാര്യങ്ങൾ കൊണ്ട് തന്നെ അത് റിജക്റ്റ് ആവുമായിരുന്നു. പ്രത്യേകിച്ച് വീട്ടിൽ AC ഉണ്ടാകുക, അതുപോലെ തന്നെ 4 ചക്ര വാഹനം ഉണ്ടാവുക എന്നിങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ കൊണ്ടെല്ലാം പെൻഷൻ ഇപ്പോൾ റിജക്റ്റ് ചെയ്തിരുന്ന ആളുകൾക്കെല്ലാം വീണ്ടും അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം സർക്കാർ ഉദാത്തമായ നടപടിയെടുക്കുമെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. ഇപ്പോൾ 1-2 അപേക്ഷകൾ അങ്ങനെയുള്ള കാര്യങ്ങൾ സർക്കാർ എടുത്തതായി നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന മറ്റൊരു കാര്യമാണ് സ്ത്രീ സുരക്ഷാ പെൻഷൻ. കഴിഞ്ഞ LDF സർക്കാരിൻ്റെ അവസാന സമയത്താണ് സർക്കാർ ഒരു സ്ത്രീ സുരക്ഷാ പെൻഷനുമായി വന്നിട്ടുണ്ടായിരുന്നത്. 35 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ള സ്ത്രീകൾക്ക് സർക്കാരിൽ നിന്നോ മറ്റ് അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്നോ പെൻഷനോ മറ്റോ കാര്യങ്ങൾ ലഭിക്കാത്ത സ്ത്രീകൾക്ക് മഞ്ഞ, ചുവപ്പ് റേഷൻ കാർഡുകൾ ഉപയോഗിക്കുന്ന ആളുകൾക്കായിരുന്നു സർക്കാർ പെൻഷൻ പ്രഖ്യാപിച്ചത്. ഒരുപാട് തവണ അക്ഷയ കേന്ദ്രങ്ങളിലും മറ്റ് ഓൺലൈൻ സെൻ്ററുകളിലുമെല്ലാം വരുന്നതിന് ശേഷം അപേക്ഷ സമർപ്പിക്കുകയും പിന്നീട് പല പ്രാവശ്യങ്ങളിൽ ഈ ഒരു പെൻഷൻ റിജക്റ്റ് ആവുകയും മറ്റു കാര്യം കൊണ്ട് വീണ്ടും അക്ഷയ കേന്ദ്രങ്ങളിലെല്ലാം പോയി അപേക്ഷ സമർപ്പിച്ച ഒരുപാട് ആളുകൾക്ക് പെൻഷൻ ലഭിച്ചിരുന്നു. 2 മാസത്തെ പെൻഷനാണ് ഇപ്പോൾ അവർക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഏകദേശം 3 മാസത്തോളമായി പുതിയ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഈ ഒരു പെൻഷൻ പദ്ധതിയുമായി സർക്കാർ മുന്നോട്ട് വന്നിട്ടില്ല. സർക്കാർ പല കാര്യങ്ങളാണ് അതിന് പറയുന്നത്. ഏകദേശം 18.5 ലക്ഷം ആളുകൾ അപേക്ഷ സമർപ്പിച്ചിട്ടുള്ള എല്ലാ ആളുകൾക്കും അത് അപ്രൂവൽ ആയിരുന്നു. ഈ ഒരു പെൻഷൻ അപേക്ഷ സമർപ്പിക്കാൻ വേണ്ടി ഒരുപാട് ആളുകൾ പല രൂപത്തിലുള്ള കൃത്രിമം നടത്തിയെന്നാണ് ഇപ്പോൾ സർക്കാർ മനസ്സിലാക്കുന്നത്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം റേഷൻ കാർഡിലെ കളർ ചേഞ്ചിങ് ആണ്. നമ്മൾ എവിടെയാണോ താമസിക്കുന്നത് അവിടെയാണ് നമ്മുടെ റേഷൻ കാർഡിൽ പേരുണ്ടാവേണ്ടത്. എന്നാൽ ഈ ഒരു പെൻഷൻ അപേക്ഷ സമർപ്പിക്കാൻ വേണ്ടി ഒരുപാട് ആളുകൾ റേഷൻ കാർഡിലെ പേര് വെട്ടിമാറ്റി മറ്റൊരു കാർഡിലേക്ക് മാറ്റി അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്നാണ് സർക്കാർ മനസ്സിലാക്കുന്നത്. അതിനെക്കുറിച്ചെല്ലാം അന്വേഷണം നടത്തിയ ശേഷം മാത്രമായിരിക്കും തുടർന്നും അവർക്ക് സ്ത്രീ സുരക്ഷാ പെൻഷൻ ലഭിക്കുകയുള്ളൂ. ഏതായാലും ജൂൺ മാസത്തിലും അവർക്ക് പെൻഷൻ ലഭിക്കില്ലെന്ന് പൂർണ്ണമായി ഉറപ്പായി. വരും ദിവസങ്ങളിൽ ഇതുപോലത്തെ ഇൻഫർമേറ്റീവ് വീഡിയോ ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ ഫോളോ ചെയ്ത് മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ ഇതുപോലത്തെ വീഡിയോസുകളായിരിക്കും തുടർന്നും വരുന്നത്. ഇനി ഒരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.